കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്നത് ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ മുഖമാണ്. 5 പതിറ്റാണ്ടിലേറെക്കാലം പുതുപ്പള്ളിയെ നെഞ്ചേറ്റിയ നേതാവിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു വോട്ട് പിടുത്തം മാത്രമല്ല, മറിച്ച് ഒരു ജനത തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വേദി കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്ന ചാണ്ടി ഉമ്മൻ പരമ്പരാഗതമായ പ്രചാരണ രീതികളിൽ നിന്നും മാറി നടന്ന് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മണ്ഡലം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊണ്ട് നിറയുന്നത് നാം കണ്ടുവരുന്ന കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മുന്നണിയും ഇത്തരം പ്രചാരണ ബോർഡുകൾക്കായി ചെലവഴിക്കുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മൻ ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് എന്നെ അറിയാം, വെറുതെ ഫ്ലെക്സും ബാനറുകളും സ്ഥാപിച്ച് ദൂർത്ത് നടത്തേണ്ട കാര്യമില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേവലം ഒരു വാക്കല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ജനകീയതയുടെയും അടയാളമാണ്. പ്രചാരണത്തിനായി ചെലവഴിക്കുന്ന തുക വെറുതെ നശിപ്പിച്ചു കളയാതെ അത് മണ്ഡലത്തിലെ ഏറ്റവും സാധാരണക്കാരായ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ചാണ്ടി ഉമ്മന്റെ തീരുമാനം. ഫ്ലെക്സിനും വലിയ തോരണങ്ങൾക്കും പകരം മണ്ഡലത്തിൽ ലളിതമായ രീതിയിൽ കൈപ്പത്തി ചിഹ്നം പതിപ്പിക്കുക എന്നതിലേക്കാണ് UDF പ്രചാരണം ചുരുങ്ങുന്നത്. ഇത് പരിസ്ഥിതി സൗഹൃദമായ ഒരു തിരഞ്ഞെടുപ്പ് രീതിക്ക് കൂടി വഴി തുറക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴിയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക കൂടി ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കും. പുതുപ്പള്ളി മണ്ഡലത്തെ ഭവനരഹിതരില്ലാത്ത ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ കണക്കുകൾ നോക്കിയാൽ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലെന്ന് വ്യക്തമാകും. ആദ്യഘട്ടം നേരത്തെ പ്രഖ്യാപിച്ച 50 വീടുകളിൽ 47 എണ്ണം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഇത് ചാണ്ടി ഉമ്മന്റെയും സംഘത്തിന്റെയും പ്രവർത്തനക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്.